ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റുക ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുവരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിലുണ്ടെങ്കിലും ക്രിസ്തു യേശുവിൽ പ്രശസ്തരുമാകട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോട്ടോ. ഇപ്പം യേശു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഉണർവാണ്. ഇപ്പം അമേരിക്ക കണ്ടില്ല, അരിസോണയിൽ ചാർലി ക്രിക്ക് മരിച്ചപ്പം ആ ഉണർവ് ലണ്ടൻ, ആഫ്രിക്ക എല്ലായിടത്തായിട്ടും ന്യൂജൻ എല്ലാം യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച ഇങ്ങനെ ദൈവം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും ആ യേശു പറയണതൊക്കെ കേൾക്കാൻ തയ്യാറായി. അതൊക്കെ ഒരു മഹാ അത്ഭുതമല്ലേ? നമ്മുടെ തലമുറയൊക്കെ ദൈവജനം എന്നറിയപ്പെടണം. ഒരു വഴിയും തെറ്റി പോകാൻ പാടില്ല കേട്ടോ. ആ യേശുവിനെ പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ അത് വെച്ചുള്ള യേശു എന്ന് പറഞ്ഞാൽ ആ അട്രാക്റ്റീവ് ക്യാരക്ടർ അത് നമുക്ക് വേണം. അതാണെന്ന് വായിക്കുന്നത്. ഞാൻ എന്നും ഗോഡീസ് ലെവലിൽ രാവിലെ മെസ്സേജ് ഇടുന്നുണ്ട് എന്നോട് ദൈവം സംസാരിക്കുന്നത്. ഇന്ന് സംസാരിച്ചത് റോമർ 12:18 മുതൽ വായിക്കാം. സർവ്വ മനുഷ്യരുമായി സമാധാനത്തിൽ വർത്തിക്കുക. ക്രിസ്ത്യാനികളോട് പറഞ്ഞേക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ നിവർത്തിക്കണില്ല, അപ്പോഴാണ് എല്ലാവരും കളിയാക്കണത്. ബൈബിള് പറയണത് എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരിക്കലും പക പോക്കരുത്. ക്രിസ്ത്യാനിയോട് പറഞ്ഞേക്കണം, പക പോക്കരുത്. പ്രതികാരം ദൈവക്രോധത്തിന് വിട്ടുകൊടുക്കുക. അപ്പോൾ നമ്മളോട് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ബൈബിളിൽ എഴുതിയൊക്കെ പ്രതികാരം നമ്മളോട് ചെയ്യരുത്. പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, മക്കളെ നിങ്ങൾ പ്രതികാരം ചെയ്യേണ്ട. നമ്മളെ ഒരാളെ അടിക്കുകയോ നുള്ളിപ്പറിക്കുകയോ ചെയ്താൽ നമ്മുടെ അപ്പന്മാരല്ലേ ചോദിക്കാൻ പോണേ. പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളങ്ങ് ചോദിക്കാൻ പോകുമല്ലോ. ഇത് തന്നെ ദൈവം പറയും, ഞാൻ ചോദിച്ചോളാന്ന് എന്ന് കർത്താവ് അരുളിച്ചെന്നു. പോരാ, നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ ആഹാരം കൊടുക്കുക. കേട്ടോട്ടോ മനകൃതി. ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നീ അയാളുടെ തലയിൽ തീക്കനൽ കൂട്ടിവെക്കുന്നു. അപ്പോൾ ശത്രുവിന് വിശക്കുമ്പോഴും കൊടുക്കണം, അവന് ആഹാരം കൊടുക്കണം, അവന് വസ്ത്രം കൊടുക്കണം. ഇതൊക്കെയാണ് ചെയ്തു കൊടുക്കണേന്ന്. അതാണ് അവന് കൊടുക്കണ യഥാർത്ഥ ശിക്ഷ എന്ന്. തിന്മയ്ക്ക് കീഴ്പ്പെടരുത്, മറിച്ച് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. ആമേൻ. ഇതാണ് യേശു ലോകത്തിങ്ങനെ യേശു ദൈവമാണെന്ന് പറയാനും. ഒരാളെ പോയി അടിക്കുന്ന ആർക്ക് വേണേലും പറയാം. അവനെ കൊല്ല്, ഇവനെ കൊല്ല്, അടിക്കുക, ഇടയ്ക്കുക, അത് ദൈവമാണ്. ഇങ്ങനെ ദൈവം എന്ന് പറയുന്നത് സമാധാന, സ്നേഹം, സന്തോഷമാണ്. അല്ലാണ്ട് നമ്മൾ ശത്രു എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ ശത്രു? പാകിസ്ഥാനിലുള്ളവരോട് നമുക്ക് എന്നാ ശത്രുത? അവർ നമ്മൾ കാണുന്നുണ്ടോ? ആരിങ്ങനെ യുദ്ധമൊക്കെ ഇങ്ങനെ വിട്ടും അങ്ങനെയൊക്കെ കളിക്കുമ്പോൾ ഇന്ത്യ ജയിക്കുമ്പോഴും അങ്ങനെയൊക്കെ അല്ലാണ്ട് നമുക്ക് ശത്രുത വന്നത് എപ്പോഴാണ്? നമ്മുടെ ഉറ്റ സുഹൃത്തിനോടോ സ്വന്തക്കാരോടോ സഹോദരങ്ങളോടോ അയൽപ്പക്കാരോടോ കൂടി ഇങ്ങനെ ഇരിക്കണം. മനുഷ്യരോട് എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് നമ്മുടെ കുഴപ്പമായിരിക്കും, ചിലപ്പോൾ അവരൊന്നും പറഞ്ഞിട്ടില്ലായിരിക്കും. തെറ്റിദ്ധാരണയാണ് ഈ ശത്രുത്വം ഉണ്ടാക്കണേ. അപ്പോൾ ദൈവം അത് മുൻകൂട്ടി കണ്ടുകൊണ്ടേ പറയണേ, നിങ്ങൾക്ക് ശത്രു പാടില്ലെന്ന്. അവനെ ഇതൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഇത് പാലിക്കുമ്പോഴാണ് സമാധാനവും സന്തോഷമൊക്കെ നമ്മൾ ഈ വ്യാപരിച്ച് നമ്മുടെ ഹൃദയം സമാധാനമാവും. ഈ വഴക്കുണ്ടായാൽ തന്നെ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നല്ല ഉണർവായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. അപ്പോൾ യേശുരാൻ്റെ വചനം ഫോളോ ചെയ്യാവേ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ സെറ്റിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ ക്രേപ്പ് ഷോൾഡറിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഈ ബനാറസിൻ്റെ എനിക്ക് ഒത്തിരി സെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് കണ്ടു. ഇതിൻ്റെ ഞാനിപ്പോൾ ഇട്ടേക്കണ ഗ്രീൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ്. ഈ ബോട്ടം സാൻഡോൺ ബോട്ടം ആട്ടോ. $2299 ആട്ടോ വില. നല്ല സെറ്റുകളാട്ടോ, പെട്ടെന്ന് വന്നാൽ തീരണ ഒരു സെറ്റാണ്. 2299 ഉള്ളൂ. അടിപൊളി സെറ്റുകൾ. യെല്ലോ, ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ ഈ വയ്യ. നല്ലതാട്ടോ. ഫ്രഷ് ഷോള്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ബനാറസ് ബുട്ടയുണ്ട് കേട്ടോ. ബാക്ക് പ്ലെയിൻ അല്ല കേട്ടോ. ഇത് ഡോളി സിൽക്കിലാണ് ബനാറസ് ബുട്ട വന്നേക്കുന്നത്. സാൻഡോൺ പാൻറ്റാണ്. ക്രഷ്ഡ് ഷോളാണ്. 2299. അപ്പോൾ നമുക്കിപ്പോൾ ഈ ടെസറൊക്കെ ഇപ്പോൾ ആണെന്ന് മഞ്ഞില്ലല്ലോ, ടെസറിൻ്റെ സെറ്റൊക്കെ. അപ്പോൾ അതിന് വേറെ ഈ മൊഡാലും ബനാറസും ഒക്കെയാണ് നമുക്ക് ചിലവാകണം.
അപ്പോൾ അത്രയും വിലയില്ല. ഒരു ടെസറിൻ്റെ സെറ്റിന് 4000 സംതിങ്ങിനല്ലായിരുന്നോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ അതേ ഗ്രേഡിൽ നമുക്ക് ഇടുകയും ചെയ്യാം, ഫങ്ഷനായിട്ട് ഇടാം, ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ടെസറും അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ. ബനാറസിൻ്റെ പല മോഡലിൽ ക്രഷ്ഡ് ഷോളിനും നല്ല ഡിമാൻഡാണ്. ചിലർക്ക് ക്രഷ്ഡ് ഷോളാണ് ഇഷ്ടം. നമുക്ക് ഒത്തിരി ക്രഷ്ഡ് ഷോളിൻ്റെ ആളുണ്ട്. ഇത് സെയിം എൻ്റെ പച്ചയല്ലേ. എനിക്ക് ഈ പച്ചക്കളർ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ അവരെ എന്നെ കൊണ്ട് പച്ച എടുപ്പിച്ചതാണ്. എനിക്ക് ഇട്ടിട്ട് നല്ലതാണ്. പച്ചക്കളർ എങ്ങനെ എടുക്കുക, പൗഡർ ബ്ലൂ അല്ല ആഷും ബ്ലൂവും കൂടെ കൂടിയ കളറാട്ടോ. നല്ല കളറാട്ടോ. ഇതിൻ്റെ എല്ലാ കളറും നിങ്ങൾക്ക് ഇല്ലാത്ത കളർ നോക്കി എടുത്താൽ മതി. ഇപ്പോൾ വെബ്സൈറ്റിൽ എടുക്കുന്നവർ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിക്കണം. എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അതിലേക്ക് ഇട്ടിട്ട് വാട്സപ്പ് മെസ്സേജിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിക്കണം. 10 മണി മുതൽ 6 മണി വരെ ഉണ്ടേ. നല്ലൊരു സോഫ്റ്റ് സെമി സിൽക്കിൽ അതെ ഇങ്ങനെ ഒരു കുഞ്ഞ് ഡോട്ടിൻ്റെ ഒരു പ്രിൻ്റും ഉണ്ട്. കട്ട് വർക്ക്, അതേ നല്ല സൂപ്പർ കട്ട് വർക്ക്. ഇത്രയും വീതിയിൽ ടോപ്പ് ബോട്ടം സോഫ്റ്റ് സെമി സിൽക്കിലാണ്. അതിൽ താഴെ ഇത്രയും വീതിക്ക് കട്ട് വർക്കുണ്ട്. റേറ്റ് വലിയ കാര്യമായിട്ടില്ല, 1499 ഉള്ളൂ. ബോട്ടവും സെയിം ടോൺ ടു ടോൺ ആണ്, സെമി സിൽക്കാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇടാനും നല്ല സുഖമാണ്. ഈ വർക്ക് കാണാൻ എനിക്ക് നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ. തിരിച്ച് പിടിച്ച് കാണിച്ചാലോ. ഇതൊരു സഫയർ കളറാണ്. കട്ട് വർക്ക് സാരിക്കായാലും ചുരിദാറിനായാലും വലിയ ഡിമാൻഡാണ്. നല്ല രസമുണ്ട് കട്ട് വർക്കിന്. 1499 ഒക്കെ. ഈ കട്ട് വർക്ക് എനിക്കറിയാമായിരുന്നു കേട്ടോ. എനിക്കറിയാം, പണ്ട് 30 വർഷം മുമ്പ് എനിക്കറിയാമായിരുന്നു. 32 വർഷം തന്നെ കട തുടങ്ങിയിട്ട് അന്നും എനിക്ക് മെഷീനിൽ കട്ട് വർക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ ഞാൻ ഒരു ഡ്രസ്സും ചെയ്തിട്ടില്ല. പഠിക്കാൻ വന്ന പിള്ളേർ പെട്ടെന്ന് പഠിച്ചെടുക്കും, അവരെ കൊണ്ട് എൻ്റെ ഡ്രസ്സ് ചെയ്യും. എന്നിട്ട് ഞാൻ ചെയ്താന്ന് പറഞ്ഞ എല്ലായിടത്തും. അന്ന് ഞാൻ നസ്രയത്തിൽ പെയിൻറ്റിങ്ങിന് പോവാം. അപ്പോൾ സിസ്റ്ററിനോടൊക്കെ പറയും ഒന്ന് ഹാൻഡ് വർക്ക് ചെയ്തും കട്ട് വർക്കിൻ്റെ സാരികൾ ഇങ്ങനെ കൊടുക്കണേ. അപ്പോൾ സിസ്റ്റർ ചോദിക്കും ഇതാരാ ചെയ്തതെന്ന് ചോദിക്കും. ഞാൻ പറയും ഞാനാ സിസ്റ്ററെ. സിസ്റ്റർ ആ ഹോള് നിറച്ച് പിള്ളേരിക്കുമല്ലേ, എല്ലാവരോടും പറയും ഈ കൊച്ചിനെ കണ്ടുപിടിക്കുക, എന്തെല്ലാം കഴിവാണ്, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ. അപ്പോൾ ഈ കടയിൽ വന്നിട്ട് ആ പിള്ളേരോട് ഞാനിത് പറയുകയെ എനിക്ക് ചെയ്തു തന്നവരോടെ. അപ്പോൾ അവർ പറയും ഞങ്ങളിതൊന്ന് പൊളിക്കും, അവിടെ ഞങ്ങൾ പറയും ഞങ്ങളാ ചെയ്തതെന്ന് പറയും, ഞങ്ങളെ കൊണ്ടുപോകണം. നമ്മൾ നിങ്ങളെ പരിസരത്തായിട്ട് കൊണ്ടുപോകില്ല. പക്ഷേ ഞാൻ അവരെ കൊണ്ടുപോയിട്ടോ. നമ്മൾ ഹോം സയൻസ് തുടങ്ങിയപ്പോൾ അവരെ എല്ലാം ബറ്റാലിയൻ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ബറ്റാലിയനെ കൊണ്ടുപോയാണ് കുരങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ, ഇങ്ങനെ ഡോൾസിനെ പല പല അതുണ്ടാക്കാൻ. എനിക്കത് ഉണ്ടാക്കാനുള്ള ക്ഷമയില്ലാത്ത കാരണം അവരെ കൊണ്ടുപോയി പഠിപ്പിച്ചു. ഫീസ് കൊടുത്തിട്ട് അവരെ പഠിപ്പിച്ചു. അപ്പോൾ അവർ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി പിള്ളേർ പഠിക്കാനുണ്ടായിരുന്നു. ഈ പിള്ളങ്ങളെല്ലാം ഇങ്ങനെ ഒരു ബറ്റാലിയൻ പിള്ളേരുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എന്നും അവർ വരും. എന്തൊരു കൂട്ടും ബഹളമാണെന്നറിയാമോ. അതിൽ ഒരെണ്ണം നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ മന്ത്രിയുടെ ഭാര്യയാണ്. ഇപ്പോഴത്തെ കേരളത്തിലെ എൻ്റെ ഇൻറ്റിമേറ്റ് ആള് പറഞ്ഞപ്പോൾ അതുങ്ങളൊക്കെ എന്ത് സ്നേഹമായിരുന്നോ എനിക്ക് വയ്യ. അതുങ്ങളുടെയൊക്കെ കല്യാണത്തിന് പോകാന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിന് പോണ പോലെയായിരുന്നേ. അയ്യോ ഇതിൻ്റെ കളറൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വർത്താനം പറഞ്ഞാലും നിങ്ങളുടെ ശ്രദ്ധ ഡ്രസ്സിലായിരിക്കണേ. അടിപൊളി സംഭവമാട്ടോ, അടിപൊളി ബ്രാൻഡ് നല്ലതാണ്. 1499 ഉള്ളൂ. ഇത് താഴെയായിട്ട് വന്നെ ഞാനിങ്ങനെ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി തീർന്നോ? അപ്പോൾ അയ്യോ, ഇപ്പോൾ വെബ്സൈറ്റിൽ എടുക്കുന്നവർ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിക്കുക ഓൺലൈൻ നമ്പറിൽ. 10 മണി മുതൽ 6 മണി വരെ അല്ലേ.
ഇതൊരു സോഫ്റ്റ് സെമി സിൽക്കിൻ്റെ സെറ്റാട്ടോ. നമ്മളെപ്പോഴും വീഡിയോ ചെയ്യണതാണ്. ഇതിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്നാ സോഫ്റ്റാന്ന് നോക്കി. ഇതിൻ്റെ ഷോള് ഇത് ഈ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ആട്ടോ. നമ്മൾ കോട്ടയൊക്കെ ഇല്ലേ 2800 ഒക്കെ വിലയ്ക്ക് തന്നെ ഒറിജിനൽ കോട്ടയൊക്കെ ഇല്ലേ, അവരുടെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അവരുടെ ബ്ലോക്ക് പ്രിൻ്റ് അവർക്ക് ഇതാണ്, അവിടെ ഇത് മാത്രം ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ കോമ്പിനേഷൻ എല്ലാം ഇത് ഫ്രണ്ടും ബാക്കും ഈ പ്രിൻ്റുണ്ട്, അല്ല ഇങ്ങനെ ബ്ലോക്ക് പ്രിൻ്റുകളുണ്ട്. ഇവിടെ ഇത് ദാമനി തന്നെയാട്ടോ. ഞാൻ ഇങ്ങനെ വെച്ചെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതൊരു 46 ഒക്കെ ഇറക്കം കിട്ടും. ഇതിൽ കൂടുതൽ ഇറക്കം വേണമെങ്കിൽ നിങ്ങൾ ഈ കളറ് ഇച്ചിരി ഇവിടെ എടുത്ത് ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടിക്കോളും. ബോട്ടം ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ബോട്ടം ആട്ടോ. ഇതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ ആട്ടോ, ഇത് എപ്പോൾ കൊണ്ടുവന്നാലും ഇത് സോഫ്റ്റ് സിൽക്ക് ബോട്ടം ആട്ടോ. സെമി സിൽക്ക്, ഒറിജിനൽ സിൽക്ക് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ ഈ വിലയ്ക്ക് കിട്ടുമോ. 1299 ഉള്ളൂ കേട്ടോ ഇതിന്. സോഫ്റ്റ് നല്ല സിൽക്ക് ഷോളും ഇതേണ്ടോ. ബോട്ടായാലും നോക്കിക്കേ, ബ്ലോക്ക് പ്രിൻ്റ് ഉള്ള ബോട്ടാട്ടോ. സോഫ്റ്റ് സെമി സിൽക്ക് 1299. നമുക്ക് ഈ 1299 അല്ല ഇത് ഇടുമ്പോൾ തോന്നിക്കണേ, പിന്നെ ഭയങ്കര വില തോന്നിക്കുമല്ലോ. അത് കാരണമാണ് ഇതിൻ്റെ സെറ്റ് ഇതുപോലെ സ്പീഡിൽ നമ്മൾ വിൽക്കണത്. മടങ്ങിയിരിക്കണം കേട്ടോ. നീളം ഒരു 45-46 കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇത് താഴത്തേട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നീളം 50 ഇഞ്ചൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഷോൾഡറിൽ പീസ് കൊടുത്താൽ മതി. ഞാനങ്ങനെ നീളം കുറഞ്ഞ് ഇല്ലേലും താഴത്തേട്ട് വെക്കണമെങ്കിൽ ഇവിടെയൊക്കെ ഡിസൈൻ ചെയ്യാറുണ്ട് ഇതിൻ്റെ ബാക്കി കൊണ്ടേ. ഇപ്പം നല്ല രസമാണ്. യോക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. 1299 ഉള്ളൂ. എന്നാ രസമുള്ള കോമ്പിനേഷനുകളാണ്, ഭയങ്കര രസമുള്ള കോമ്പിനേഷനുകളാണ്. അടിപൊളി സെറ്റാട്ടോ. 1299. ആട്ടോ. ഇതിൻ്റെ ഷോള് പിന്നെ ക്രേപ്പിൻ്റെ ആട്ടോ. സെയിം സംഭവം തന്നെയാണ്. ഷോള് ക്രേപ്പാണ്. 1299. നല്ല രസമുള്ള കോമ്പിനേഷനാണ്. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. ഇതെപ്പോൾ കൊണ്ടുവന്ന് വീഡിയോ ഇട്ടാലും പെട്ടെന്ന് തീരും. അപ്പോൾ വാട്സപ്പ് കോൾ വിളിക്കുക. വെബ്സൈറ്റിൽ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വെബ്സൈറ്റിൽ എടുത്തോ, അല്ലെങ്കിൽ എൻക്വയറി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കാരണം ഇതങ്ങനെ ഇത്രയും വിലയ്ക്ക് കിട്ടണ കാരണമാണ്. ഇട്ടാലും നല്ല ഭംഗിയാണ്. എനിക്കുണ്ട് ഈ സെറ്റ്. ഈ വില കാരണം ഞാനും എടുത്തത്. നല്ല ഭംഗിയല്ലേ ഇടുമ്പോൾ കാണുമ്പോൾ ഒരു കളർഫുള്ളും ഒരു ഗ്ലാമറൊക്കെ ആയിട്ടിരുന്നോളൂ. ഇത് താഴെ ആട്ടോ വരുത്തണ്ടേ. നിങ്ങൾക്ക് യോക്കി വേണമെങ്കിൽ വരുത്താം. പക്ഷെ ഞാൻ താഴെ ഇങ്ങനെ ഡിസൈൻ കാണാൻ വേണ്ടി പിടിക്കണതാണ്. നല്ല കളറൊക്കെ കറക്റ്റ് അല്ലേ. മെറ്റീരിയലൊക്കെ കണ്ടോ. ഇത് കണ്ടോ, സോഫ്റ്റ് സെമി സിൽക്കിൻ്റെയാണ്. ഒറിജിനൽ സിൽക്കൊന്നും ഇത് കിട്ടില്ല. സെമി സിൽക്ക് എന്ന് പറയുമ്പോൾ ഒറിജിനൽ സിൽക്ക് അല്ല, പക്ഷെ ഒറിജിനൽ സിൽക്കിനേക്കാളും നല്ല ഭംഗിയിലിരിക്കും. ഒറിജിനൽ സിൽക്ക് കഴുകാൻ പറ്റില്ല. എൻ്റെ ഷോള് അറിയാണ്ട് ഡ്രസ്സ് കഴിയണ വാഷിംഗ് മെഷീനിൽ പോയതാട്ടോ. റോസ് സിൽക്കിൻ്റെ ഷോള് എൻ്റെ യേശപ്പോൾ അതിനെ ഏതാണ്ട് നക്കിയിരിക്കണ പോലെ ഇരിപ്പുണ്ട്. വല പോലെ പോയി, തോർത്ത് പോലെ. ഞാൻ കഴിഞ്ഞ ദിവസം മഞ്ഞയുടെ കൂടെ ഇട്ട് അമ്മ ചന്താ ഷോള് ദാരുണമായി ഇത്, പക്ഷെ എന്നിട്ട് ഞാൻ കളഞ്ഞില്ല, ഇട്ടു. ഭയങ്കര ഷോള്. ഇത് ക്രേപ്പിൻ്റെ ഷോളായിരുന്നു കേട്ടോ. ഇതിന് എവിടെ കിടന്നു എനിക്കറിയാം. അവൾ ആദ്യം കാണിച്ച നീലയുടെ ആണെന്നൊക്കെ. പൊന്നെ എനിക്ക് വയ്യ. ഇഷ്ടം ദൂരം കളറായി. ഇത് സിൽക്കാട്ടോ ഷോള്. $1299 ഉള്ളൂ. ഇതെപ്പോഴും കിട്ടൂല. കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും അധികം എടുക്കണമെന്ന് അവർ പറഞ്ഞു. അതുപോലെ നമുക്ക് എൻക്വയറിയാണ്. അപ്പോൾ വെബ്സൈറ്റിൽ എടുക്കുന്നവർ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിക്കുക. എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തീരും. ഈ വിലയ്ക്ക് ഒത്തിരി രസമാണ്. ഇട്ടാൽ ഭയങ്കര റിച്ച് ലുക്കാണ്.
ഇതൊരു ലിനൻ ചൂട്ട് പോലത്തെ ഒരു മെറ്റീരിയൽ ആട്ടോ. ഇത് കണ്ടോ, കോട്ടയല്ല, നല്ല രസമുള്ള മെറ്റീരിയൽ കേട്ടോ. ഞാൻ ആദ്യം ഓർത്ത കോട്ടയാണ്. ബോട്ട ഇത് റേറ്റ് എത്രയാണ്? 1399 ഉള്ളൂ കേട്ടോ. അടിപൊളി സെറ്റാട്ടോ, അടിപൊളി സെറ്റ്. നല്ല കളർ കോമ്പിനേഷൻ. എന്ത് രസം ഇതിൻ്റെയൊക്കെ ഷോള് കാണാൻ. എന്ത് ഭംഗിയില്ലേ. 1399 ഉള്ളൂ. നല്ല മെറ്റീരിയലാണ്. കാഷ്വൽ വെയർ ആയിട്ടും ഫങ്ഷൻ വെയർ ആയിട്ട് റഫ് യൂസിന് നല്ലതാട്ടോ. നല്ല കളറും ആ ഷോളിൻ്റെ ഡിസൈനൊക്കെ എന്ത് രസമല്ലേ. ടോൺ ടു ടോൺ. നല്ലതല്ലേ. അപ്പോൾ പെട്ടെന്ന് എടുത്തു. എല്ലാം എന്ത് രസമുള്ള കളേഴ്സാ അല്ലേ. അപ്പോൾ വെബ്സൈറ്റിൽ എടുക്കുന്നവർ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ വാട്സപ്പോട് വിളിക്കുക, എൻക്വയറി നമ്പർ. ഇത് മൊഡാലിൻ്റെ സെമി മൊഡാലിൽ ഇങ്ങനെ ഇവിടെ ഒരു അജറക് പ്രിൻറ്റും കൊടുത്ത് ഒരു ലേസ് വർക്കും കൊടുത്ത് ഇവിടെ മിറർ വർക്കും കൊടുത്ത് ഇതേ അജ്രക്കിൻ്റെ ഷോള്, നല്ല സിൽക്ക് ഷോളുമായിട്ട് കേട്ടോ. നല്ലൊരു സെറ്റ് കേട്ടോ. റേറ്റ് എത്രയാണ്? 1299 ഉള്ളൂ കേട്ടോ. ഗ്രാൻഡ് സെറ്റ്. നമുക്ക് ഇഷ്ടം പോലെ ചവിട്ടി പറിച്ച് യൂസ് ചെയ്യാം. കണ്ടോ, നല്ല ടോപ്പിൻ്റെ തുണി നോക്കിക്കേ. ശരിക്കും മൊഡാലാണ്, നോക്കുള്ളൂ. സെമി മൊഡാലാണ്. മൊഡാലിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തന്നെ, പക്ഷേ സെമി മൊഡാലിൽ ഈ വില കണക്ക് കൂട്ടുമ്പോൾ ഒറിജിനൽ മൊഡാലിന് ഈ വില കിട്ടുമോ? നമ്മളെപ്പോഴും വില നോക്കി ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ സാരിയൊക്കെ ആയാലും വില നോക്കിയാണ്. ഒറിജിനൽ തന്നെ ആയാലും 25,000 ഡ്യൂപ്ലിക്കേറ്റ് 1000 കിട്ടും. രണ്ടുകൂടെ കൊടുത്ത് നിന്നാൽ കണ്ടാൽ തിരിച്ചറിയാനും പറ്റില്ല. അതാണ് അതിൻ്റെ. അങ്ങനെയാണ്. ഈ 2 ഷെയ്ഡ് ഇതിനുള്ളൂ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ എടുക്കുന്നവർ അങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഓൺലൈനിൽ വാട്സപ്പ് കോൾ വിളിക്കുക. ഇനി എന്നാ ഇന്ന് വിശേഷം പറയാനുള്ളത്? അയ്യോ, കഴിഞ്ഞ ദിവസം ഞാൻ പെണ്ണുങ്ങളെ പറ്റി അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്കാർ പറയും കേട്ടോ, ആ മരിച്ച കിണറ്റി ചാടിയ പെൺകൊച്ച് 2-3 കെട്ടിയന്മാരുണ്ടായിരുന്നു. ഒരാൾ, അത് ഈ പെണ്ണുങ്ങൾക്കൊക്കെ പറ്റണ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ, ഒരാൾ നമുക്ക് വന്നു, അയാൾ ഈ ആണുങ്ങളെ എല്ലാവരുടെയും ക്യാരക്ടർ നമ്മളിങ്ങനെ വിചാരിക്കണം, നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ആയിരിക്കില്ല. അവർ നമ്മളെപ്പറ്റി സ്വപ്നം കാണുന്നുണ്ടായിരിക്കും. ഒരു കല്യാണം കഴിഞ്ഞു, പിന്നെ അടുത്തത് ഓടിപ്പോയി അടുത്ത ആൾ നല്ലത്, പിന്നെ മനസ്സിന് ഇയാൾ ശരിയല്ല, ഇങ്ങനെ നാട് കുടുക്കിലും കെട്ടിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഈ ആണുങ്ങളില്ലാണ്ട് ലോകത്ത് ജീവിക്കാൻ പറ്റൂലേ? ഇത് ഈ പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം. ആണുങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിലാണ് സമൂഹത്തിൽ, അത് ശരിയാട്ടോ, സമൂഹത്തിനൊരു കുഴപ്പമുണ്ട്. ഒരു പെൺകൊച്ച് ഡൈവോഴ്സ് ചെയ്ത് നിന്നാൽ, എൻ്റെ കൂട്ടുകാരിയുടെ കഥ പറയാട്ടോ. എൻ്റെ കൂട്ടുകാരി ഭയങ്കര സുന്ദരിയായിരുന്നു. ഞാൻ പേര് പറയണില്ല. ഭയങ്കര എനിക്ക് ഭയങ്കര സംഘം. അവൾ ദന്തിസ്റ്റാണ്. അവൾ ഇവിടെ മോറ്റ ഇത് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി പല്ലിൻ്റെ ഇതിനൊക്കെ പോയി. അപ്പം അന്നേരം ഞാൻ അറിയണേ അവളുടെ ഹസ്ബൻഡ് മരിച്ചു പോയിരുന്നേ. അവൾക്ക് 2 ആമക്കളെ മോനെ കാണാൻ പോയതാണ്. അപ്പോൾ അയാൾ ബാങ്ക് മാനേജറായിരുന്നു. കൊച്ചിനെ കണ്ടില്ല, ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ അവക്കടെ കല്യാണം ഇങ്ങനെ 2ാമത്തെ കൊച്ചിനെ വളർത്തി. എനിക്കങ്ങ് ചങ്ക് പൊട്ടിപ്പോയിട്ടോ. അന്നേരം അവളെ കണ്ട് അവക്കടെ സങ്കടമൊക്കെ കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും അവളെ കോൺടാക്ട് ചെയ്യേണ്ട, അവിടെ നിന്ന് അവളെ കാണാൻ പോണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം അവൾ പറയോട്ടോ, അവൾ വേറെ കല്യാണം കഴിക്കാൻ പോകാമെന്ന്. അപ്പോൾ ഞാൻ പറയോട്ടോ, വേണ്ട ഡാർലി, വേറെ കെട്ടണ്ട. അയ്യോ സോറി, ഇങ്ങനെ പേര് പറയാനുള്ളത് മാത്രമേ. അപ്പോൾ കല്യാണം കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറയുക. അപ്പോൾ ആ കൊച്ചെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഭയങ്കര സുന്ദരിയാണ്. നല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല റിച്ചുവാണ്. വീടിൻ്റെ സപ്പോർട്ടും. ഇപ്പോൾ ചെറുക്കൻ നമ്മൾ ഡൈവോഴ്സ് ചെയ്തൊന്നുമല്ല, മരിച്ചു പോയതല്ലേ. അതൊരു ഫംഗ്ഷന് പോയാൽ നാട്ടിലുള്ള സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് പറയാനും ഇങ്ങനെ ഒരു നോട്ടവും നോക്കാനും ഒക്കെ ഒരു അസ്വസ്ഥയാണ് ആ കൊച്ചു പറയുക. അപ്പോൾ നമ്മളെന്തെങ്കിലും തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി അടുത്തത് ഭാര്യയോട് പറയും, എന്നാ അത് അവൾ എന്നെ നോക്കി ചിരിച്ചു, ഞാൻ വീഴുവോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ പെണ്ണുങ്ങളോ എൻ്റെ ഭർത്താവ് എത്ര നല്ല, അവൾ എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നിൽക്കുന്ന രീതിയിൽ ഒരിടത്തും സമൂഹത്തിൽ ഇറങ്ങാൻ ഒരു സപ്പോർട്ടില്ല പെണ്ണുങ്ങൾക്ക്. അപ്പോഴാണ് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ. പക്ഷെ പുള്ളിക്കാരിക്ക് യേശുവിൻ്റെ കൃപ, പുള്ളിക്കാരിയുടെ കണ്ണീര് കണ്ടിട്ടായിരിക്കും കേട്ടോ. ഒരു വലിയ ഡോക്ടറാണ് പുള്ളിക്കാരിനെ കെട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു പോയതായിരുന്നു. അതിലൊരു മോളും ഉണ്ട്.
അപ്പോൾ കുറച്ച് നാൾ മക്കളെ ഹോസ്റ്റലിലൊക്കെ ആക്കി ഇങ്ങനെ ആശാത്തി ഇങ്ങനെ നിന്നു. അവിടെ പോയി എന്നാൽ ചങ്ക് പൊട്ടലായിരുന്നു. ഇളയ കൊച്ചിനൊക്കെ ഒട്ടും പ്രായമില്ല. എന്നിട്ട് എന്നോട് പറയാം ഇങ്ങനെ കാര്യം അവിടെ പോയി ഇങ്ങനെ നിൽക്കേണ്ടത് അപ്പടി കൊച്ചുങ്ങളെ എടുത്തായിരുന്നു. അപ്പം ആ മനുഷ്യൻ നല്ല മനുഷ്യനായത് കാരണം പറഞ്ഞു കൊച്ചുങ്ങളെ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. ഇന്നാൾ ആ എൻ്റെ കൂട്ടുകാരിയുടെ ആദ്യത്തെ കുടിയിലുള്ള മോൻ്റെ കല്യാണമായിരുന്നു. അതിൽ ഒരു മനുഷ്യർക്ക് ആ കരയിൽ പോലും ആ ഡോക്ടറിൻ്റെ മോനാണെന്ന് എല്ലാവരും ഓർത്തേക്കണേ. അപ്പനായിട്ട് ഡോക്ടർ നിന്ന് എന്ത് ഗ്രാൻഡായിട്ടാണ് കല്യാണം നടത്തിയത്. ആ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോലും അറിയാൻ പാടില്ല അത് ഡോക്ടറിൻ്റെ ഇങ്ങനെ ഈ എൻ്റെ കൂട്ടുകാരിയുടെ ആദ്യത്തെ കുടിയിലെ കൊച്ചാന്ന്. ഡോക്ടറിന് ഇപ്പം അവർക്ക് രണ്ടുപേർ കൂടി ഒരു പെങ്കൊച്ചുണ്ട്. ഡോക്ടറിൻ്റെ ആദ്യത്തെ പെങ്കൊച്ച്, അങ്ങനെ 2 പെൺപിള്ളേരും ഈ കൂട്ടുകാരിയുടെ ആദ്യത്തെ 2 ചെറുക്കന്മാരും അവർ ഒന്നിച്ച് നിൽക്കണുണ്ടപ്പോൾ ഡോക്ടർക്ക് 4 മക്കളുള്ളതെന്ന് എല്ലാവരും പറയണേ. അപ്പം നമുക്ക് അപ്പോൾ ഞാനപ്പോൾ ഓർക്കും ഞാൻ എന്തിനാ അതിനോട് കെട്ടണ്ടെന്ന് പറഞ്ഞേ, എന്തെല്ലാം ജീവിതം കിട്ടി അതിന് ഭയങ്കര വലിയ ഡോക്ടറിൻ്റെ ഭാര്യ അങ്ങനെ. അപ്പം നമ്മൾ കെട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. രണ്ടാമതൊക്കെ കെട്ടുവാണെങ്കിൽ തന്നെ ആ മനുഷ്യരുടെ ക്യാരക്ടർ ഒന്ന് തിരക്കണം. പിന്നെ അതിലൊക്കെ വലുത് നമുക്ക് ഹൃദയത്തെ നോക്കാൻ പറ്റില്ലോ. നമ്മൾ യേശുപ്പനോട് പറയാനേ അങ്ങ് പ്രാർത്ഥിക്കുക, കണ്ണീരും കൈയോടുകൂടി യേശുപ്പൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ കണ്ണീര് തുരുത്തിയിൽ ശേഖരിച്ചിട്ട് മറുപടി പറയാനൊരു യേശുപ്പനാണ് നമുക്കുള്ളത്. അല്ലാണ്ട് ആ കണ്ണീരിന് സ്വന്തം മക്കളുടെ കണ്ണീരിന് വേറെ ആരും മറുപടി പറയണ്ട. യേശുമ്പരാൻ മറുപടി പറഞ്ഞ വലിയ സമാധാനം സന്തോഷമുള്ളൊരു ജീവിതം കൊടുക്കും. അപ്പം അങ്ങനെ നിരാശപ്പെടാണ്ട് തന്നെ നമ്മുടെ മിടുക്കും കൊണ്ട് അടുത്ത ആളെ കണ്ടുപിടിക്കാൻ പിന്നത്തെ ആളുടെ അങ്ങനെയൊന്നുമല്ല, ശാന്തമായിട്ട് നിന്നിട്ട് നമുക്കും ദൈവം ഒരു വഴി ഒരുക്കും. അപ്പം നമ്മളത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ദൈവം നമുക്ക് ഒരു വഴി കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തപ്പം അത് കഴിഞ്ഞാൽ ഞാൻ അറിയണേ ഈ ഇത് 2-3 കെട്ടി ഏതോ ഒരു ചെറുക്കൻ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് പിന്നെ വിഷമായിപ്പോയി. അപ്പോൾ ഞാൻ എപ്പോഴും ഫെമിനിസ്റ്റാണെന്ന് എല്ലാവരും പറയണേ. ഞാൻ സ്ത്രീകളുടെ സൈഡെ പിടിക്കുള്ളൂ എന്നാണ് ഞാൻ പറയണേ. എൻ്റെ ആമക്ക് എപ്പോഴും വിഷമമാണ്. എനിക്ക് എപ്പോഴും പറയും എനിക്ക് പെങ്കൊച്ചില്ലാത്ത കാരണം എൻ്റെ വീടൊരു രസമില്ല ഇങ്ങനെ പറയും. അങ്ങനെ അവർ സ്ത്രീ വിരോധികളായി അവർ. എൻ്റെ മൂത്തിറക്കുന്ന പെൺപിള്ളേരെ ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുമല്ലോ അടുത്ത വീട്ടിലെ പെൺപിള്ളേരെയൊക്കെ കാണുമ്പേ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞത് നമ്മളെപ്പോഴും ഒന്ന് പ്രാർത്ഥന, എല്ലാത്തിനും പ്രാർത്ഥന, അതാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അപ്പോൾ ആർക്കും ഒരു വിഷമം ഉണ്ടാകരുത്. പിന്നെ ചാടി ഓടിപ്പോയി കെറ്റി ചാടുക, ആത്മഹത്യ ചെയ്യാൻ, ലോകത്ത് ജീവിക്കാൻ തന്നേക്കണേ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ മാന്യമായി ജീവിച്ച് കാണിച്ച് പകരം നേടണം. അപ്പോൾ എല്ലാവരും യേശുവിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.